ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ. ഇപ്പൊ നമ്മൾ പുതിയ സിദ്ധാന്തമാണ്, ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ, ആർക്കും ബ്രാഹ്മണനാകാമെന്നാണ് പറയുന്നത്. ഇതൊരു മറ്റൊരു അമ്മുമ്മ കഥയാണ്, മറ്റൊരു തട്ടിപ്പ് കഥയാണ് ആർക്കും ബ്രാഹ്മണനാകാമെന്ന് പറയുന്നത്. അങ്ങനെ ആരെയാണ് ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രാഹ്മണനായ ഒരാളെ എന്തുകൊണ്ടാണ് ശബരിമല പൂജാരിയാക്കാത്തത്? എന്താണ് ബ്രഹ്മജ്ഞാനം കൊണ്ട് ഒരാൾ ബ്രാഹ്മണനായെന്ന് എങ്ങനെ മനസ്സിലാവും? ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രാഹ്മണനായ ഒരാളെ ഗുരുവായൂർ അമ്പലത്തിൽ പാചകക്കാരനാക്കൂ, കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ പൂജാരിയാക്കൂ, ചെട്ടുകുളങ്ങരയിൽ പൂജാരിയാക്കൂ? ആക്കില്ല. എന്താ കാരണം? തന്ത്രസമുച്ചയത്തിൽ പറയുന്നുണ്ട്, വിപ്രഹ കുലീനഹ, ഉന്നത കുലത്തിൽ ജനിച്ച ആളായിരിക്കണം, കൃതസംസ്ക്രിയൗക, ഷോഡശ സംസ്കാരങ്ങൾ നിർവഹിച്ച ആളായിരിക്കണം. എന്താണ് ഷോഡശ സംസ്കാരം? ഉപനയനം മുതലായ ബ്രാഹ്മണ ക്രിയകൾ. സ്വതീത വേദാഗമ തത്വവേത്ത, ആഗമങ്ങൾ പഠിച്ച ആളായിരിക്കണം. പിന്നെ അതിൻ്റെ കാര്യത്തിൽ മാത്രം ബഹുകേമമാണ്. ഒന്നും പഠിച്ചില്ലേലും കേരളത്തിൽ പൂജാരിയാകാം എന്ന് പറയുന്ന അവസ്ഥാവിശേഷം നിലനിൽക്കുന്നുണ്ട്. ജസ്റ്റിസ് പരിപൂർണൻ കേരളത്തിൽ ഒരു തന്ത്രിയോട് ചോദിച്ച ചോദ്യങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ വീണ്ടും ഓർക്കുക. ഭാഗ്യസൂക്തം അറിയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി എന്തായിരുന്നു? അറിയില്ല. അപ്പൊ ഭാഗ്യസൂക്തം അറിയുന്നില്ലെങ്കിലും എന്തായിരിക്കാം? പൂജാരിയായിട്ടിരിക്കാം. അതിന് സഹായിക്കുന്നത് എന്താണ്? ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ് എന്ന് പറയുന്ന ദുരഹങ്കാര വ്യവസ്ഥ. ഒരു സൂക്തം അറിയാൻ വയ്യെങ്കിൽ പോലും പൂജാരിയാകാം.